അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാസ്രാക്കാനൊന്ന് കാണുക, ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പോവുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. വളരെയധികം സന്തോഷം. പ്രത്യേകിച്ചും ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് മൂർധന്യതയിൽ നിൽക്കുന്ന ഒരു പീരീഡ് ആണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളാണ് മനുഷ്യനെ പല ദിശകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതെ വീക്ഷണങ്ങൾ ശരിയായി കഴിഞ്ഞാൽ ഏകീകരിക്കാൻ കഴിയും. അതെ അതിനാണ് ഇന്ന് പരിഗണന കൊടുക്കേണ്ടത്. അതെ അതിൽ കൂടെ മാത്രമേ നാടിന് പുരോഗതി ഉണ്ടാവുള്ളൂ. അതെ ജനങ്ങൾ ഒന്നിച്ചെങ്കിലേ ലോകത്ത് ജനാധിപത്യം നടപ്പിലാവുള്ളൂ. അതെ വേറൊരു സംവിധാനം ഇനി വേറെ നിലവിലില്ല. ഇല്ല. അപ്പം ഈ ഏകീകരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതും. അതെ ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും 10 കൊല്ലം പൂർണ്ണമായിട്ട് ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. 5 കൊല്ലത്തിന് ശേഷം 100% ജനങ്ങൾ തൃപ്തിപ്പെട്ട് സെലക്ട് ചെയ്ത് അദ്ദേഹത്തിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർത്തും അയാളെ കൈകളിൽ ചില നല്ല കർമ്മങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതല്ലാതെ പൊതുജനം ഒരിക്കലും വിഡ്ഢികളല്ല കേരളക്കാർ ഈ വിഷയത്തിൽ. എന്നിട്ട് അദ്ദേഹത്തിനെ പോലുള്ള ആളുകളിൽ തീർത്തും ഈബത്ത് നമീമത്ത് എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്ത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എനിക്ക് മനസ്സിലാക്കി തരുന്നത്. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, ആ ചോദ്യത്തിന് കൃത്യമായിട്ട് എനിക്ക് മറുപടി പറയാനുള്ളത്, പിണറായി വിജയനെ ആയാലും നരേന്ദ്രമോദിനെ ആയാലും വി ഡി സതീശനെ ആയാലും രമേശ് ചെന്നിത്തല ആയാലും എന്തെങ്കിലും ജനങ്ങളുടെ ഇടയിൽ വൈറലായ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ അതിനെതിരെ പ്രതികരിക്കുന്നത്. അത് കോൺഗ്രസിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, ലീഗിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, CPM-നെതിരെ, BJP-ക്കെതിരെയൊക്കെ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്, നേതാക്കന്മാർക്കെതിരെയും പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും, നരേന്ദ്രമോദിന്റെ 12 കൊല്ലത്തെ ഭരണങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നരേന്ദ്രമോദി 12 കൊല്ലം അവിടെ നിലനിൽക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് EVM-ന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് നിങ്ങൾ തന്നെ വ്യക്തമാക്കി പല വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അംഗീകരിച്ചാലും അയാള് തന്ത്രപരമായിട്ട് സമൂഹത്തിൽ നിന്നും അടർത്തിയെടുത്ത് സ്ഥാനം പിടിച്ചു പറ്റിയതാണ്. ഞാൻ ചോദിച്ച ചോദ്യം, നരേന്ദ്രമോദി ഇപ്പൊ 12 കൊല്ലത്തിന്റെ മേലെയായി ഇന്ത്യ ഭരിക്കുന്നത്, അയാളെ ഭരണത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അയാളെ ഭരണത്തിനെ 100% അംഗീകരിക്കുന്നില്ല. അതേ സ്ഥാനത്ത് കേരളക്കാരെ പറ്റിച്ചിട്ടല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കയറി കുത്തിരിക്കണ്. അദ്ദേഹത്തിന്റെ മുകളിൽ ചാർത്തുന്നത് പോലെ കുറ്റാരോപണം ചാർത്താൻ അർഹനല്ല പിണറായി വിജയൻ. ഇത് രാഷ്ട്രീയമാണ്. അതെ, ഇത് രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും സത്യസന്ധമായി 100% സത്യസന്ധമായി ഖുർആനും ഹദീസും ബൈബിളും ഭഗവത്ഗീതയൊക്കെ എടുത്തുവെച്ച് അതിൽ നോക്കിക്കാണ്ട് ഭരണം നടത്താൻ കഴിയൂല. നിങ്ങൾ ഇതിലേക്ക് ഇപ്പൊ എന്തിനാ ഖുർആൻ കൊണ്ടുവച്ച്? അപ്പൊ റൂട്ട് മാറിപ്പോകും സംസാരം. അല്ല, റൂട്ട് മാറിയൊക്കെയല്ല, ഖുർആൻ മതപരമാണ്, ബൈബിള് തെറ്റി 100% തെറ്റി. ഏകദേശം ഈ കേരളം പോലും പൂർണ്ണമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയിൽ 700 വർഷം ഇന്ത്യ രാജ്യം മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ള ചരിത്ര രേഖ എടുക്കുന്ന സത്യമാണ്. ഏകദേശം 20ഓളം രാഷ്ട്രങ്ങൾ രാജ്യം വിഭജിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ, ഇന്ത്യ ഒക്കെ ഒരുമിച്ച് ഇതേപോലെ 20 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത് എന്നുള്ള ജനാധിപത്യത്തിൽ കാട്ടിത്തന്ന ഒരു സംവിധാനമാണ് ഖുർആനും ഹദീസും. അതല്ലാന്ന് ലോകത്തൊരാൾക്കും നിഷേധിക്കാൻ പറ്റൂല. അതിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഞാൻ ആ രീതി അത് നിഷേധിക്കുന്നവരുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്, അതിന്റെ പോരായ്മകൾ പറയുന്നവരുണ്ട്. അതൊന്നും ക്ലിയർ ആയി കൊടുക്കാൻ ഒരു മത പണ്ഡിതരും എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതല്ല നമ്മളെ വിഷയം. നമ്മളെ വിഷയം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ഒരു കാര്യമല്ല, സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ മതപരമായിട്ട് അടിയുറച്ചിക്കുന്ന ഒരു കാര്യം. ഒന്നുകൂടെ പറയാം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും സമർപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ലോകത്ത് 100% ജനങ്ങൾ ഏകീകരിക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ട പണി. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ സമൂഹത്തിനോട് നല്ല ബുദ്ധി ഉണ്ട്, വലിയ സയന്റിസ്റ്റുമാണ്. ഇവിടെ KM ഷാജി എന്ത് പറഞ്ഞു, യോഗി ആദിത്യനാഥ് എന്ത് പറഞ്ഞു, അത് നോക്കിയിട്ടല്ല ഞാൻ പിണറായിനെ വിലയിരുത്തത്. ഇതിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു 800 റുപ്യ 900 റുപ്യ 1000 റുപ്യ കൂലി കിട്ടുന്ന ഒരാൾക്ക് ഈ പിണറായിന്റെ ഭരണത്തിൽ ഇന്ന് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം വൈദ്യുതി ബില്ല് 450 550 അടിച്ചവരൊക്കെ 2000 3000 അടക്കാണ് വൈദ്യുതി ബില്ല് ഒന്നത്. അതുപോലെ വെള്ളത്തിന്റെ ബില്ല് 2-3 വട്ടം കൂട്ടി, ബസ് ചാർജ് പല തവണ കൂട്ടി. ഇതൊക്കെ സാധാരണക്കാരനെ ബാധിക്കുക. ആരാ ബസ് കയറുക?
അതെ സാധാരണക്കാരൻ അതെ സാധാരണക്കാരനെ അത് ബാധിക്കും. ഈ പൈപ്പിലെ വെള്ളവും മറ്റേ വെള്ളം ഉപയോഗിക്കുന്നത് ആരാ കൂടുതലും? ഈ സാധാരണക്കാരാ കുടിൽ കെട്ടി താമസിക്കുന്നത്. ഇതുവരെ ബാധിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ വീടുണ്ടാക്കാൻ 550 റുപ്യ പഞ്ചായത്ത് രീതിയിൽ ഇറക്കുന്നത് 16,600 ആക്കിയത് പിണറായി വിജയന. അത് സാധാരണക്കാരനാണ് ബാധിക്കുക. തീർച്ചയായിട്ടും ഈ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. തൊഴിൽ മേഖല, ആരോഗ്യ മേഖല, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. തീർച്ചയായിട്ടും പിടുത്തം കിട്ടി. തീർച്ചയായിട്ടും ഇതൊരു സമൂഹമായിട്ട് ബന്ധിപ്പിച്ച വിഷയമായതുകൊണ്ട് വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ എന്നിൽ നിന്നും വരുന്ന വിമർശനപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രയാസപ്പെടുത്തും എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്തതിന് മുകളിൽ ഞാൻ ആ വിഷയം ഒന്നുകൂടെ അവതരിപ്പിക്കാം. അതായത് സമൂഹത്തിൽ നിന്ന് ഏറ്റവും അത്യാവശ്യം ജീവൻ നിലനിൽക്കുക എന്നുള്ളതാണ്. ഒരു 5 കൊല്ലം അപ്പുറത്തേക്ക് നിങ്ങളെ മൈൻഡ് ഒന്ന് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആരാടാ മുസ്ലിംസിനെ തൊടാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ രംഗത്ത് വന്ന ആളാണ് പിണറായി വിജയൻ. അത് താങ്ങി കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന നല്ല ചുണയുള്ള കുട്ടികൾ അതിന്റെ പിന്നിലുണ്ട്. ആ ഒരൊറ്റ അടിസ്ഥാനത്തിന്റെ മുകളിലാണ് 2ാം സെലക്ഷൻ മൂപ്പർക്ക് കിട്ടുന്നത്. അതെ, അഭിപ്രായ വ്യത്യാസം ഒരു മിനിറ്റ് കൂടി തരണം സാർ പ്ലീസ്. സേട്ടു സാഹിബ് ലീഗ് നിർത്ത് ഓടി. എന്തുകൊണ്ടാണ് ഓടിയത് അറിയോ? അതിലുള്ള ആളുകൾക്ക് വാർദ്ധക്യാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, തളർവാദം പിടിച്ചിരുന്നുള്ള ബോധ്യം വന്നുകൊണ്ടാണ് ഇനി ഇതിൻ്റെ ഉള്ള കുത്തിർന്നിട്ട് കാര്യമില്ല. കാരണം ബാബരി മസ്ജിദായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇറങ്ങി ഓടുന്നത്. അവിടെ ശക്തമായിട്ട് നിലപാടെടുക്കാനുള്ള കപ്പാസിറ്റി ഈ സാഹചര്യത്തിൽ കഴിയൂല. ആരെ കൊണ്ട് കഴിയൂല? അതിലുള്ള ആളുകളെ കൊണ്ട് കഴിയൂല. അപ്പൊ ഇത് നിൽക്കാൻ കഴിയൂല. ഇനിയിപ്പോ നിന്നിലും കുഴപ്പമില്ല, ഇതിന് ഇറങ്ങിപ്പോണെന്നുള്ള അടിസ്ഥാനത്തിലാണ് സേട്ടു സാഹിബ് എന്തായത് രംഗത്ത് ഇറങ്ങിപ്പോയത്. അതല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്താണ് ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള വിഷയം എന്താണ്? അത് കഴിഞ്ഞിട്ട് 2ാം സ്റ്റെപ്പ് ആവശ്യ പൂർത്തീകരണത്തിന് ആവശ്യമുള്ളൂ. എന്റെ വീടിന് ഞാൻ കംപ്ലീറ്റ് ഡോർ വെച്ച്, ആവശ്യം കമ്മിയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. വീടിന് ഡോറില്ല, ആ വീട് അതിന്റെ അവസ്ഥ എന്തായി പോവാണ്? ഈ ഭൂമി ജീവിക്കാനുള്ള സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. ഈ പരുവത്തിൽ ഈ രാജ്യം ആയി വന്നതിന്റെ പിന്നില് അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ പല സമയങ്ങളിലായിട്ട്? എന്താണ് നമ്മളിപ്പോ ഇവിടെ പിണറായി വിജയന്റെ ഭരണം എങ്ങനെയുണ്ട്, എങ്ങനെ 10ാമത്തെ കൊല്ലം 2ാമത്തെ വട്ടം കിട്ടി, എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്തു, ഇതിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. പിന്നെ സേട്ടു സാഹിബിന്റെ കഥ എടുത്തിട്ട് സേട്ടു സാഹിബ് ബാബരി മസ്ജിദ് പൊളിച്ചത് പിന്നെ കേന്ദ്രത്തിലെ ലീഗ് കൊടുക്കുന്ന പിന്തുണ, കോൺഗ്രസിന് കൊടുത്ത പിന്തുണ പിൻവലിക്കണം എന്നാണ് സേട്ടു സാഹിബ് പറഞ്ഞത്. ആ പിന്തുണ പിൻവലിച്ചാൽ അവിടെ കോൺഗ്രസിന്റെ ഭരണം താഴെ വീഴും. താഴെ വീണാല് പിന്നെ അവിടെ അധികാരത്തിൽ വരുന്നത് BJP ആണ്. ഇത് തിരിച്ചറിഞ്ഞ മുസ്ലിം ലീഗ് BJPക്ക് അവസരം കൊടുക്കാതെ പിന്തുണ തുടരാൻ തീരുമാനിച്ചു. അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് സേട്ടു സാഹിബിന്റെ പരാജയം. ആ ഒരു സേട്ടു സാഹിബ് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് സവർക്കറി ആരെ കാലി ചുമിച്ചത്, ഷൂ നക്കി എന്നൊക്കെ പറയുന്നത്. സാധാരണ നിലനിൽപ്പറ്റി ബന്ധപ്പെടുത്തുള്ളൂ. നിലനിൽപ്പിനെ ബേസ് ചെയ്താണോ ലീഗാരാ നിലപാടെടുത്തത്? അതല്ല ആദർശം മുന്നിൽ വെച്ചുകൊണ്ടാണോ ഈ നിലപാടെടുക്കാൻ? ആദർശം മുന്നിൽ വെച്ചുകൊണ്ട് നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 12 കൊല്ലമായിട്ടുള്ള BJP അധികാരത്തിൽ വന്നിട്ട് ഒരു 22 കൊല്ലമായി ഉണ്ടാവും BJP അധികാരത്തിൽ വന്നിട്ട്. ആദർശം വെച്ചുകൊണ്ടാണ് ലീഗും മറ്റുള്ള പാർട്ടികളും നിലപാടെടുക്കുന്നത് എങ്കിൽ BJP അധികാരത്തിൽ വരുന്നതിന്റെ വ്യക്തവും ശക്തവും വൃത്തിപരമായിട്ടുള്ള നിലപാട് എന്താണെന്നുള്ളത് ഓരോ വ്യക്തികൾക്കും, സാധാരണക്കാരായ വ്യക്തികൾക്ക് പോലും EVM ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാന്നുള്ളതിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. വർഗീയത അടക്കട്ടെ, EVM അടക്കട്ടെ, അന്ന് പിന്തുണ പിൻവലിച്ചാലും പിന്നെ BJP കയറുക. ആയിക്കോട്ടെ, ഇപ്പം BJP എന്താ പ്രശ്നം? എന്നാലും കുട്ടികളെ ആദർശത്തിലാണ് പറ്റുന്നു. BJP ജനങ്ങൾ സ്നേഹിക്കും ലീഗിനെ. ഇത് ജനങ്ങൾ വെറുക്കാനുള്ള കാരണം എന്താണ്? രാഷ്ട്രീയപരമായിട്ട് അങ്ങേറ്റ പഠിച്ചാൽ തന്നെയാണ് ലീഗിനെ സ്നേഹിച്ചാൽ മതിയോ? ലീഗുകാർക്ക് ആർത്തി പൂണ്ടതാണെന്നുള്ളതല്ലാതെ മറ്റൊരു സാംസ്കാരികമായ പുരോഗതിക്കായി കാണാൻ കഴിയില്ല. വിരോധം മാത്രമായിരിക്കും അത് പറയാണ്ടായ കാരണം മുസ്ലിം ലീഗിനോടല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഞാൻ നിഷ്പക്ഷമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യേയില്ല. സമൂഹത്തിന് നന്മ ആ വിഷയത്തിൽ മാത്രമേ ഞാൻ ഇടപെടുന്നുള്ളൂ. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനെ സംബന്ധിച്ചുള്ളൂ വ്യക്തിപരമായിട്ട് നിങ്ങളെ സമർപ്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട് ലീഗാണ് യോഗ്യതച്ച് അവരെ ഏൽപ്പിക്കണം, മാർക്സിസ്റ്റ് യോഗ്യതച്ച് അവരെ ഏൽപ്പിക്കണം, BJP യോഗ്യതച്ച് അവരെ ഏൽപ്പിക്കണം, RSS യോഗ്യതച്ച് അവരെ ഏൽപ്പിക്കണം. ഇത് ആവശ്യം 3 വിഷയമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭരണഘടന മുന്നോട്ട് പോകാന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ ആര് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ ജനാധിപത്യ സംവിധാനം എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പരിചയം നടത്തണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയം അറിയുന്ന ഒരാള്, ഒരു ഇന്ത്യയിലെ രാഷ്ട്രീയം അറിയുന്ന ഒരാള്, അതും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാള് ഒരിക്കലും BJP വന്നോട്ടെ എന്ന് പറയില്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് ഒരു അജണ്ട ഉണ്ട്. ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കണം. ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കണമെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇല്ലാതാണം, ക്രിസ്ത്യാനികൾ ഇല്ലാതാണം, കമ്മ്യൂണിസ്റ്റ് ഇല്ലാതാണം. ഈ 3 എണ്ണം ഇല്ലാതായാലാണ് ഓർക്ക് ഈ രാജ്യം ഹിന്ദു രാജ്യമാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരുത്തരും നല്ല ചിന്തിക്കാൻ ശക്തിയുള്ള ആളുകൾ ഒരുത്തരും BJP അധികാരത്തിൽ വന്നോട്ടെ എന്ന് പറയില്ല. ഞാൻ പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥിനെ സെലക്ട് ചെയ്യുമ്പോൾ 5 ക്വാളിറ്റി ആ വ്യക്തിയിൽ ഉണ്ടോ നോക്കണം. 5 ക്വാളിറ്റി. ഒരു വീട്ടിൽ തെങ്ങുമ്പോ കയറാൻ കഴിയുന്ന IAS ഓഫീസറാണ്ട് ആവശ്യമില്ലല്ലോ.
ആ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് സ്ഥാനാർത്ഥിനെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സമൂഹം മണ്ഡലം നഷ്ടത്തിന് അപകടത്തേക്ക് പോകും. ആ. ആ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. സ്ഥാനാർത്ഥികൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ എന്താണെന്ന് കുറച്ചുകൂടെ ക്വാളിറ്റി ചർച്ച ഒന്നും ചെയ്യാം. നോക്കാണ്ട് ഇന്ന് രാഷ്ട്രീയത്തിലൊന്നും ചർച്ച ചെയ്യാൻ കഴിയൂല. അതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ സമൂഹം മുഴുവൻ അതിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഈ 5 ഗുണങ്ങൾ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ? എനിക്ക് ഓർമ്മയിലില്ല അങ്ങനെ 5 ഗുണങ്ങളുള്ളത് നോക്കി കാണിട്ട് സ്ഥാനാർത്ഥി